ഡൽഹി കോടതി വളപ്പിൽ കളികളാകെ മാറി. തലയിൽ കൈവച്ച് അമിത്ഷായ്ക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടേണ്ടി വരികയാണ്. പക്ഷെ അങ്ങനെയാണ് എങ്കിലും രാജ്യത്തിന്റെ തലസ്ഥാന നഗരി 2014 മുതൽ മോദി റെക്കോർഡിട്ട് ഭരിച്ച 10 വർഷവും BJPക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാതിരുന്നതിനെ ഒടുക്കം ചതിയിലൂടെ നേടാനായി എന്ന സത്യം ആർക്കും പക്ഷെ തള്ളിക്കളയാനാവില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ചതിയിലൂടെ തിഹാർ പോലെ ഒരു ജയിലിൽ 150 ദിവസത്തിന് മുകളിൽ കിടത്താനും അതേ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയെ ആദ്യമേ തന്നെ ജയിലിൽ അടപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജനനേതാവിന്റെ ജനപിന്തുണയും വിശ്വാസവും എറിഞ്ഞുടക്കുകയും അതിനുശേഷം അതുതന്നെ ആയുധമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും സകല അട്ടിമറികളും നടത്തി BJP അധികാരത്തിൽ വരികയും ചെയ്ത കാഴ്ചയാണ് കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത്. അതിനെല്ലാം ഒടുക്കം ഇന്നിപ്പോൾ ഡൽഹി കോടതി അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് എന്ന് കേന്ദ്ര ഏജൻസികളോട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുകയും പൂർണ്ണ നിരപരാധിയാക്കി കേസ് ഡൽഹി കോടതി അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ അമിത്ഷായ്ക്ക് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷേ അപ്പോഴും സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരാണ് ഇന്ന് ഡൽഹി ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ BJP എന്ന് നിഷ്പ്രയാസം പറയാം. അതിന് കാരണം അരവിന്ദ് കെജ്രിവാളിനെ ചതിച്ചത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിക്ക് തിരിച്ചുവരവിന് അവസരം ഒരുങ്ങുന്നതാണ് ഡൽഹി മദ്യനയ കേസിൽ ഇന്ന് പുറത്തുവന്ന വിധി. ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്കും എതിരെ തെളിവിന്റെ കണികയില്ലെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ വിധിയോട് വൈകാരികമായിട്ടാണ് കെജ്രിവാളും പ്രതികരിച്ചത്. ഇതുവരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി റോസ് അവന്യൂവിലെ പ്രത്യേക CBI കോടതി അന്വേഷണം നടത്തിയ CBIക്കെതിരെ ശക്തമായ വിമർശനം നടത്തുകയും ചെയ്തു. ഇത് കേന്ദ്ര ഏജൻസിക്കേറ്റ കനത്ത തിരിച്ചടിയാവുകയും തെളിവില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്ന് കോടതി CBIയോട് ചോദിക്കുകയും ചെയ്തു. സത്യം ജയിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെജ്രിവാൾ പൊട്ടിക്കരയുന്നതാണ് പിന്നീട് കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നും കെജ്രിവാൾ അവിടെ തന്നെ അടിവരയിട്ടു. ഇത് രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തുടക്കമായി അദ്ദേഹം ഉറപ്പിച്ച് വിലയിരുത്തപ്പെടുകയും ചെയ്തു. താനും മനീഷ് സിസോദിയും സത്യസന്ധരാണെന്ന് കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മോദിയും അമിത്ഷായുമാണ്. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന 5 നേതാക്കളെ അഴിക്കുള്ളിലാക്കി പാർട്ടി ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കമായിരുന്നു അത്. സത്യം എപ്പോഴും വിജയിക്കും. ഞാൻ അഴിമതിക്കാരനല്ല. കെജ്രിവാളും സിസോദിയും സത്യസന്ധരാണ് എന്ന് കോടതി പറഞ്ഞു. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കി. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയായിരുന്നു. എന്റെ ജീവിതത്തിൽ സത്യസന്ധത മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ. കെജ്രിവാളിന്റെ വാക്കുകളാണിത്. കോടതി വിധി കേട്ട ശേഷം വീട്ടിലെത്തിയ കെജ്രിവാളിനെ ഭാര്യ സുനിത കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। अरे हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, लाओ मत भाई। ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है।